ഒരാൾ വേറൊരാൾക്ക് 100 ഗ്രാം സ്വർണം കൊടുത്തു കടമായിട്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് തിരിച്ചു തരണം, തന്നില്ലെങ്കിൽ നിയമപരമായി ഞാൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് അവരൊരു മുദ്ര പേപ്പറിൽ ഒപ്പിട്ടു അഗ്രി ചെയ്തു. ഈ 100 ഗ്രാം സ്വർണമായിട്ട് ഈ കടം വാങ്ങിയവൻ വേറെ നാട്ടിലേക്ക് പോയി. അങ്ങനെ ആ നാട്ടിൽ വെച്ച് ഏകദേശം 50 പവൻ കാണാതായി. അയാൾക്ക് ആകെ ബേജാറായി. കാരണം ഈ 100 തിരിച്ചു കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ ജയിലിലിടും, പ്രശ്നങ്ങളാവും. അങ്ങനെ ഒരുപാട് തെരഞ്ഞു എവിടെയും കിട്ടുന്നില്ല. അവസാനം വേറെ ആ നാട്ടിലെ ഒരാൾ അവരുടെ കടയിൽ വെച്ച് ഈ 50 പവൻ കിട്ടി. അങ്ങനെ ഇന്ന ആളുടേതാണെന്ന് മനസ്സിലായി. ഇയാൾക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈ കളഞ്ഞു പോയതിന് എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അയാൾ അത്രയും മാത്രം സന്തോഷമായിപ്പോയി. കാരണം അയാൾ ജീവൻ തിരിച്ചിട്ടിയതുപോലെയാണ് ഈ കാണാതായ സാധനം കിട്ടിയപ്പോൾ. നമ്മുടെ എന്തെങ്കിലും വില പിടിച്ചതൊക്കെ കാണാതായി കിട്ടിയാലും അങ്ങനെയാണല്ലോ. ഈ ഉദാഹരണം പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ്റെ റൂഹ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈമാൻ എന്ന നിധിയും കൊണ്ടാണ് ഇവിടത്തേക്ക് വീഴുന്നത്. അങ്ങനെ അവൻ വളരും തോറും ആ നിധി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിലെ ഈ ഫിത്നയിലും ദുനിയാവിലെ കാഴ്ചയിലും മുഴുകി ഈ നിധി അവൻ കാണാതാക്കി. മരിച്ചു കഴിഞ്ഞാൽ ഈ നിധിയുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ ഈമാൻ എന്ന നിധി ഇല്ലെങ്കിൽ നമുക്ക് മഹ്ശറയില്ല, രക്ഷയില്ല, നമ്മുടെ കാര്യം പോക്കാണ്. അപ്പം മരണത്തിന് മുമ്പ് ആ കാണാതായി പോയ നിധിയെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇൽമ്. ഈമാൻ എന്ന നിധിയിലേക്ക് എത്തിക്കുന്ന വഴിയാണ് ഇൽമ്. അപ്പോൾ ഒരാൾ നമ്മളോട് ഇൽമ് പറയുമ്പോൾ നമുക്ക് കാണാതായി പോയ ഒരു സാധനം എങ്ങനെയാണോ തിരിച്ചു കിട്ടുന്നത്, അതേപോലെ ആയിരിക്കണം ആ ഇൽമിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അത് നമ്മുടെ ഈമാൻ എന്ന നിധിയെ കിട്ടുന്നത് പോലെയാണ്. കാരണം ഈമാൻ ഒരു ഭാഗമാണ് ഇൽമ്. അപ്പോൾ ഈമാൻ വർദ്ധിക്കുന്നത് ഇൽമ് കിട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കാണാതായ ഈമാൻ എന്ന നിധി ഒരാൾ നമുക്ക് ഉപദേശിക്കുമ്പോൾ കാണാതായി പോയ സാധനം തിരിച്ചു കിട്ടുന്നത് പോലെ ആയിരിക്കണം. അതുപോലെ നമ്മളത് തേടി പോവും വേണം. കാണാതായ സാധനത്തിന് നമ്മൾ തേടി പോകാറില്ലേ? ഇത് നമ്മുടെ ആഖിറത്തിലെ വിലമതിക്കാനാവാത്തൊരു നിധിയല്ലേ ഈമാൻ. അപ്പം അതിനെ തേടി യാത്ര ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ. ഇനി യാത്ര ചെയ്യാതെ ഇങ്ങോട്ട് വരുന്നതും നമുക്ക് നിധി ഇങ്ങോട്ട് എത്തിക്കുന്ന ആളെയും നമ്മൾ ബഹുമാനിക്കുകയും ആ ഇൽമ കിട്ടിയതിന് സന്തോഷവും നമ്മൾ അത് പ്രവർത്തിച്ചിട്ട് വേണം കാണിക്കാൻ. കാരണം നമ്മൾ ആഖിറം രക്ഷപ്പെടുന്ന ഒരു നിധിയാണ് ഇയാൾ കൊണ്ടുതന്നത്. അപ്പോൾ ഉപദേശങ്ങൾ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് ഒക്കെ നമ്മൾ ആ രീതിയിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ശക്തിയാവും. അല്ലാതെ ഒരു ഉപദേശിക്കുമ്പോൾ നീ ആരാ ഉപദേശിക്കാൻ എന്ന മട്ടിൽ അവനെ തള്ളിക്കളയുമ്പോൾ നമുക്ക് കാണാതായ സാധനം കൊണ്ടുതരുന്ന ആളെ നീ പോടാ എന്ന് പറയുന്നത് പോലെയാണ്, എനിക്ക് ആ സാധനം വേണ്ട എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ തേടി നടക്കുന്നത് അതാണ്. അതിന് ഭാഗം കുറച്ച് ആൾ കൊണ്ടുവരുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഉപദേശിക്കുന്ന ആൾക്കാരെ നമ്മൾ നിസ്സാരമായി കാണുന്നത്. അപ്പോൾ ഈ ഈമാൻ എന്ന ഈ നിധി നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് ഇൽമിലൂടെയും ഇൽമ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെയുമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കാരണം അത് ആഖിറത്തിൽ അതില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ആഖിറത്തിലെ നജായാണ്, അല്ലെങ്കിൽ ആഖിറത്തിനെ വിജയിപ്പിക്കുന്ന ഒരു സംഭവമാണ് നിധി. കാരണം അതുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതുമായിട്ട് തന്നെ തിരിച്ചു പോകണം. അല്ലെങ്കിൽ അവിടെ വലിയ അദാബ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൽമിനോട് ആ ഒരു സമീപനം നമുക്ക് പാലിക്കണം. നമ്മുടെ റൂഹിന് കാണാതായ ഒരു നിധി നമുക്ക് തിരിച്ചു കിട്ടുന്നത് പോലെയുള്ള ഒരു സന്തോഷമായിരിക്കണം ഏതൊരു സ്ഥലത്തു നിന്നും നമുക്ക് ഇൽമു കിട്ടുമ്പോഴും പഠിക്കുമ്പോഴും അത് ജീവിതത്തിൽ പകർത്തി ഈമാനെ ശക്തിപ്പെടുത്തുന്നത് അതിലൂടെ ആയിരിക്കണം ഇൻഷാ അല്ലാഹ്.